രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് സൈനികരുടെ അലയർനെസ്സും ഫിസിക്കൽ എൻഡുറൻസും വർദ്ധിപ്പിക്കാൻ ഉപയോഗിച്ച ഒരു അതിമാരകമായ ഉത്തേജക മരുന്ന് മെത്താംഫെറ്റമിൻ. ക്രിസ്റ്റൽ മെത്ത്, ഐസ്, ഗ്ലാസ് എന്നീ പേരുകൾ അറിയപ്പെടുന്ന മെത്താംഫെറ്റമിൻ ഇന്ന് കേരളത്തിൽ സുലഭമായി ലഭിക്കുന്ന ഒരു ഡ്രഗാണ്. സിന്തറ്റിക് ഡ്രഗായ MDMA-ക്കാളും മാരകമായ മെത്താംഫെറ്റമിൻ യഥാർത്ഥത്തിൽ എന്താണ്? എങ്ങനെയാണ് ഈ ലഹരി ഉണ്ടായത്? രണ്ടാം ലോക മഹായുദ്ധവുമായി എങ്ങനെയാണ് മെത്താംഫെറ്റമിൻ ബന്ധപ്പെട്ടിരിക്കുന്നത്? കൂടാതെ മനുഷ്യ ശരീരത്തിൽ ഈ ലഹരി പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? ശരീരത്തിൽ ഉണ്ടാക്കുന്ന ചെറുതും വലുതുമായ പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമാണ്? നമുക്ക് വിശദമായി തന്നെ നോക്കാം. എല്ലാവർക്കും മലയാളി സ്ട്രീമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് മെത്താംഫെറ്റമിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. 1893 ജാപ്പനീസ് ഫാർമസി ഡോക്ടറും കെമിസ്റ്റുമായ നഗായി നഗയോഷി മെത്താംഫെറ്റമിൻ കണ്ടുപിടിക്കുന്നത്. 1919 കൂടുതൽ ശക്തിയേറിയ ക്രിസ്റ്റലൈൻ ഫോം, അതായത് ഓൾമോസ്റ്റ് ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് മെത്താംഫെറ്റമിനെ ഡെവലപ്പ് ചെയ്യുന്നത് അകീര ഒഗാറ്റ എന്ന മറ്റൊരു ജാപ്പനീസ് കെമിസ്റ്റ് ആണ്. 1920കളിലും 1930കളിലും ആസ്മ, നാർക്കോലെപ്സി, അമിതവണ്ണം, മൈൽഡ് ഡിപ്രഷൻ എന്നിവ ട്രീറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ഒരു സ്റ്റിമുലന്റ് മാത്രമായിരുന്നു മെത്താംഫെറ്റമിൻ. എന്നാൽ മെത്താംഫെറ്റമിൻ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് മാത്രമല്ല, മറിച്ച് ഇതുപയോഗിക്കുന്നവരുടെ എനർജിയെയും കോൺസെൻട്രേഷനെയും അലർട്ട്നെസ്സിനെയും എല്ലാം വർദ്ധിപ്പിക്കുന്നുവെന്നതായി ഡോക്ടർമാരും ശാസ്ത്രജ്ഞരും ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത് 1930കളോടെയാണ്. അങ്ങനെ ഈ ഡ്രഗിന്റെ സ്റ്റിമുലന്റ് എഫക്ട്സ് അറിയപ്പെടാൻ തുടങ്ങിയതോടെയാണ് മിലിറ്ററി മെത്താംഫെറ്റമിന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കുന്നത്. 1930കളുടെ അവസാനത്തോടെ സൈനികരുടെ അലേർട്ട്നെസ്സും സ്റ്റാമിനയും കോമ്പാറ്റ് പെർഫോമൻസും എല്ലാം വർദ്ധിപ്പിക്കുന്ന പെർവിറ്റിൻ അല്ലെങ്കിൽ മെത്താംഫെറ്റമിൻ ടാബ്ലറ്റുകൾ വലിയ തോതിൽ ഉൽപ്പാദിക്കപ്പെടുകയും ജർമ്മനിയും ജപ്പാനും മറ്റ് സഖ്യകക്ഷികളും ഇത് രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ഉപയോഗിക്കുകയും ചെയ്യുന്നു. 1945 രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചെങ്കിലും മെത്ത് അല്ലെങ്കിൽ ക്രിസ്റ്റൽ മെത്തിന്റെ ഉപയോഗം അവിടെ അവസാനിക്കുന്നില്ല. രണ്ടാം ലോക മഹായുദ്ധത്തിന് വേണ്ടി ഉണ്ടാക്കിയ മെത്താംഫെറ്റമിൻ ടാബ്ലറ്റുകളുടെ വലിയ സ്റ്റോക്ക് ആരും യൂസ് ചെയ്യാതെ വരികയും ഇത് സിവിലിയൻ മാർക്കറ്റുകളിലേക്ക് വിൽക്കപ്പെടുകയും ചെയ്യുന്നു. ഈ പോയിന്റിൽ നിന്നുമാണ് മെത്താംഫെറ്റമിൻ ജനകീയമാവാൻ തുടങ്ങുന്നത്. മെത്താംഫെറ്റമിൻ എന്ന് പറയുന്നത് ഏറ്റവും അഡിക്റ്റീവായ ഒരു ലാബ് നിർമ്മിത ഉത്തേജക മരുന്നാണ്. നല്ല ഷൈനിങ് ഉള്ള ബ്ലൂവിഷ് വൈറ്റ് കല്ലുകളുടെയോ ക്രിസ്റ്റലുകളുടെയോ രൂപത്തിലാണ് ഇത് മാർക്കറ്റിൽ വിൽക്കപ്പെടുന്നത്. മെത്താംഫെറ്റമിന്റെ ഉപയോഗം യൂസേഴ്സിന്റെ ജാഗ്രതയും സംസാരശേഷിയും എനർജിയും എല്ലാം കൂട്ടുകയും വിശപ്പില്ലായ്മയ്ക്കും മറ്റും കാരണമാവുകയും ചെയ്യുന്നു. ഇന്റൻസ് ആയിട്ടുള്ള എക്സൈറ്റ്മെന്റും ഹാപ്പിനെസ്സുമാണ് ഇത് ഉപയോഗിക്കുന്നതിലൂടെ ലഭിക്കുന്നത്. ശരീരത്തിലേക്ക് മെത്ത് പ്രവേശിക്കുന്നത് പല രീതികളിലാണ്. സ്മോക്ക് ചെയ്യുന്നതിലൂടെയും മൂക്കിലൂടെയും കുത്തിവെക്കുന്നതിലൂടെയും ക്രിസ്റ്റലൈൻ ഫോമിലുള്ള ഡ്രഗിനെ വിഴുങ്ങുന്നതിലൂടെയും എല്ലാമാണ് മെത്ത് ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്. മെത്താംഫെറ്റമിൻ രക്തത്തിൽ കലർന്നു കഴിഞ്ഞ് നിമിഷങ്ങൾക്കകം തന്നെ തലച്ചോറിലേക്ക് എത്തുന്നു. മറ്റു ഡ്രഗുകളിൽ നിന്നും വ്യത്യസ്തമായ മെത്തിന്റെ ഈ ഒരു പ്രത്യേകത തന്നെയാണ് ഇതിനെ ഏറ്റവും ശക്തവും അഡിക്റ്റീവുമായ ഡ്രഗാക്കി മാറ്റുന്നത്. തലച്ചോറിലെത്തുന്ന മെത്താംഫെറ്റമിൻ വളരെ ഉയർന്ന അളവിലുള്ള ഡോപ്പമിൻ റിലീസ് ചെയ്യുന്നു. സാധാരണയിലും 10 മടങ്ങോളം അധികമാണിത്. അതുകൊണ്ട് തന്നെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഹൈയിലേക്ക് ഉപയോഗിക്കുന്നവരെത്തുന്നു. ഇവിടെ ഡോപ്പമിൻ എന്ന് പറയുന്നത് ബ്രെയിനിലെ ഒരു കെമിക്കൽ മെസഞ്ചർ അല്ലെങ്കിൽ ബ്രെയിനിലെ ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. ഇത് നമ്മുടെ മൂവ്മെന്റ്സ്, മൂഡ്, അറ്റൻഷൻ തുടങ്ങിയവയെല്ലാം കൺട്രോൾ ചെയ്യുന്നതിൽ ഹെൽപ്പ് ചെയ്യുന്നു. ഇത്തരം ഫങ്ഷൻസ് ചെയ്യുന്ന ഡോപ്പമിന്റെ 10 മടങ്ങോളം മെത്ത് റിലീസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നവർ അനുഭവിക്കുന്ന അവസ്ഥ എന്നത് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. ഇതിനാലാണ് മെത്താംഫെറ്റമിൻ ഉപയോഗിക്കുന്നവരിൽ ഇന്റൻസ് ആയിട്ടുള്ള ഹാപ്പിനെസ്സും ഉല്ലാസവും അമിത ജാഗ്രതയും എല്ലാം അനുഭവപ്പെടുന്നത്. ഈ പോയിന്റിൽ നിന്നുമാണ് മെത്തിന്റെ ശരിക്കുമുള്ള ഭീകരത ആരംഭിക്കുന്നത്. കാരണം ഇന്റൻസ് ആയിട്ടുള്ള വികാരങ്ങളും എനർജിയും ഫീൽ ഗുഡ്നെസ്സും എല്ലാം ഒറ്റത്തവണ യൂസ് ചെയ്യുന്നതോടെ ഉപയോഗിക്കുന്നവർക്ക് വീണ്ടും വീണ്ടും ഇത് ഉപയോഗിക്കാനുള്ള അഡിക്ഷനിലേക്ക് വഴിവെക്കുന്നു. കാലക്രമേണ തലച്ചോറ് സ്വാഭാവികമായും ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കുന്നത് നിർത്തുകയും ഇത് മെത്തില്ലാതെ സാധാരണ നിലയിലേക്ക് തിരിച്ചെത്താൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് ഉപയോഗിക്കുന്നവരെ കൊണ്ടുചെന്നെത്തിക്കുകയും ചെയ്യുന്നു. ഇതിന് പുറമെ മെത്ത് SNS അഥവാ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. ഇത് ഹൃദയമിടിപ്പ് വേഗത്തിലാക്കുകയും രക്തസമ്മർദ്ദം ഉയർത്തുകയും ബോഡി ടെമ്പറേച്ചർ കൂട്ടുകയും ചെയ്യുന്നു. ഇതുമൂലം ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്സ്, ഹൈപ്പർതെർമിയ അല്ലെങ്കിൽ ഓവർ ഹീറ്റിംഗ് എന്നിവ ഉപയോഗിക്കുന്നവരിൽ ഉണ്ടാക്കുന്നു. മെത്താംഫെറ്റമിന്റെ ഉപയോഗം വിശപ്പ് കുറയ്ക്കുകയും വളരെ വേഗം ശരീരഭാരം കുറയ്ക്കുന്നതിനും കാരണമാകുന്നു. ഉപയോഗിക്കുന്നവർ ദിവസങ്ങളോളം ഉണർന്നിരിക്കുന്നത് ക്ഷീണത്തിലേക്കും മാനസികമായ തകർച്ചയിലേക്കും വഴിവെക്കുന്നു. മെത്തിന്റെ ഉപയോഗം മസിൽ ബ്രേക്ക് ഡൗൺ, ഡീഹൈഡ്രേഷൻ എന്നിവയ്ക്ക് കാരണമാവുകയും കാലക്രമേണ ഇത് ഓർഗൻ ഡാമേജിലേക്ക് വരെ എത്തുകയും ചെയ്യുന്നു. മെത്തിന്റെ ദീർഘകാല ഉപയോഗം ഡോപ്പമിൻ റിസപ്റ്റേഴ്സിനെ നശിപ്പിക്കുകയും നാച്ചുറലായി പ്രഷർ അനുഭവിക്കുന്നതിന് കഴിയാതെയാവുകയും ചെയ്യുന്നു. കൂടാതെ ഓർമ്മക്കുറവ്, കാര്യങ്ങൾ പഠിച്ചെടുക്കാനും മനസ്സിലാക്കുന്നതിനുമുള്ള ബുദ്ധിമുട്ടുകൾ, മാനസികമായ തകരാറുകൾ എന്നിവയെല്ലാം മെത്തിന്റെ അനന്തരഫലങ്ങളാണ്. ചിലരിൽ ഇത് പെർമനന്റ് ആയിട്ടുള്ള സൈക്കോസിന് വരെ കാരണമാവാം.
യൂസ് ചെയ്തതിന്റെ ഹൈ മാറുമ്പോൾ ഉപയോഗിക്കുന്നവരെ ഇത് വിഷാദത്തിലേക്കും ക്ഷീണത്തിലേക്കും തീവ്രമായ ആസക്തിയിലേക്കും തള്ളിയിടുന്നു. ഇത്തരം ഗുരുതരമായ ഒരു ക്രാഷിംഗ് ഒഴിവാക്കാൻ അവർ കൂടുതൽ മെത്ത് ഉപയോഗിക്കുകയും ഇത് അഡിക്ഷന്റെയും ഡിപ്പെൻഡൻസിയുടെയും ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള സൈക്കിളായി മാറുകയും ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾ മാറ്റുകയും ജീവിതങ്ങളെ തകർക്കുകയും ഉപയോഗിക്കുന്നവരെ ഇതിന്റെ കാലാകാലത്തോളമുള്ള ദുരിതം അനുഭവിക്കാനും വിടുന്ന ഒരു ശക്തമായ വിഷമാണ് ഇന്ന് സമൂഹത്തിൽ മെത്താംഫെറ്റമിൻ. 2ാം ലോക മഹായുദ്ധ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു ഉത്തേജക മരുന്ന് ഇന്ന് കേരളത്തിലെ തെരുവുകളിൽ സുലഭമാവുന്നു. അവിടെ നിന്നും നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിലേക്കും ഇത് പടർന്നു കയറുന്നു. കുറച്ചു സമയത്തേക്കുള്ള ഒരു ഹൈക്ക് വേണ്ടി മാത്രം ജീവിതകാലം മുഴുവൻ ചുമക്കേണ്ടി വരുന്നത് കടുത്ത മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകളാണ്. നമ്മുടെ ആരോഗ്യവും ഭാവിയും കുടുംബവുമെല്ലാം മെത്ത് പൊളിച്ച് കയ്യിൽ തരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഒരിക്കൽ അഡിക്റ്റ് ആയാൽ പിന്നെ ഈ മാരക ലഹരിയുടെ പിടിയിൽ നിന്ന് പുറത്തു കടക്കുക എന്നത് അസാധ്യവും കഠിനവുമായിട്ടുള്ള ഒരു കാര്യമാണ്. കേരളത്തിൽ ഉയർന്നു വരുന്ന സിന്തറ്റിക് ലഹരികളുടെ ഉപയോഗത്തിനെതിരെ നമുക്ക് ഒറ്റക്കെട്ടായി പോരാടാം. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വീട്ടുകാരും നാട്ടുകാരും അതുപോലെ തന്നെ അധ്യാപകരും എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാ മാതാപിതാക്കളും അവരവരുടെ കുട്ടികളെ വളരെ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുക. ലഹരി നശിപ്പിക്കുന്ന ജീവിതങ്ങൾ ഇനി നമുക്ക് വേണ്ട. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. ഇത്തരം ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾക്കായിട്ട് മലയാളി സ്ട്രീം സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.